ഡെയറിംഗ് ആറ്റിറ്റ്യൂഡ്, കോൺഫിഡൻസ്, ഫിയർലെസ്നെസ്, മെന്റാലിറ്റി, ഇതൊക്കെ എന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ആ 17 വയസ്സുകാരന്റെ കളി കണ്ടാൽ മതി. If they want to decide the Ballon d'Or on Thursday, then let's do it. അത് ഇതിൽ കൂടുതൽ എന്താണ് ഒരു 17 വയസ്സുകാരിൽ നിന്നും പ്രതീക്ഷിക്കേണ്ടത്? ഈ തലമുറയിലെ ഏറ്റവും മികച്ചത് അവൻ തന്നെയാണെന്ന് സമ്മതിക്കേണ്ടിയിരിക്കുന്നു. അവൻ്റെ വാക്കുകളും കോൺഫിഡൻസും എത്ര മനോഹരമായിട്ടാണ് ഈ ലോകം വിലയിരുത്തപ്പെടുന്നത്. അത്ഭുതം തന്നെ. എന്നാൽ പണ്ട് ഓൾഡ് ട്രാഫോർഡിൽ ഒരു 18-കാരൻ ഓരോ പുൽക്കൊടിയും കോരിത്തരിപ്പിക്കുന്നത് കാണാമായിരുന്നു. എതിർക്കൂടാരങ്ങളെ വിറപ്പിക്കുന്നുണ്ടായിരുന്നു. മൈലുകൾ അപ്പുറത്തു നിന്നും സ്ഫോടനങ്ങൾ തൊടുക്കുന്നുണ്ടായിരുന്നു. സ്കില്ലുകൾ കൊണ്ട് അമ്പരപ്പിക്കുന്നുണ്ട്. വേഗത കൊണ്ട് അവിശ്വസനീയം വിരിയിക്കുന്നുണ്ട്. അന്ന് അയാളിൽ കണ്ടുരുത്തി അയാളുടെ വാക്കുകളിലെ ശോഭ, കോൺഫിഡൻസ്, താൻ തന്നെയാണ് ബെസ്റ്റ് എന്ന ആറ്റിറ്റ്യൂഡ്. അതിനെയെല്ലാം അന്നും ഇന്നും ലോകം വായിക്കപ്പെട്ടത് അഹങ്കാരിയായിട്ടായിരുന്നു, സ്വാർത്ഥനായിട്ടായിരുന്നു. എന്നാൽ അതേ സാഹചര്യം ഇന്ന് എങ്ങനെയാണ് വിലയിരുത്തപ്പെടുന്നത്? ഇനിയും ഒരു പക്ഷേ നിങ്ങൾക്ക് വാദമുയർത്താം, വായത്താളത്തോടൊപ്പം യമാനത് മൈതാനത്ത് നിർണ്ണയിക്കുന്നുണ്ട് എന്ന് പോലും. പക്ഷേ അവിടെയാണ് ഏറ്റവും വലിയ തമാശ. 2008 റൊണാൾഡോയുടെ പ്രീവിയസ് ഹിസ്റ്ററി ഒന്ന് തപ്പിച്ചെന്നാൽ യമാൻ ഉയർത്തിപ്പിടിക്കുന്ന ഇന്നത്തെ പൈതങ്ങളുടെ സമനില പോലും തെറ്റിപ്പോകും. ഒറ്റ സീസണിൽ കിരീടങ്ങളും പുരസ്കാരങ്ങളും ഉൾപ്പെടെ സർവ്വതും നേടിയയാൾ ഇരിക്കുന്ന സിംഹാസനത്തിനടുത്തേക്ക് ഒരു കസാരയിട്ട് വലിച്ചിരിക്കാൻ പോലും ഇന്നും ഈ ഫുട്ബോൾ ലോകത്ത് ആരും പിറവിയെടുത്തിട്ടില്ല. ഇതൊരിക്കലും ഒരു കമ്പയർ സ്റ്റാറ്റസ് ആയിരിക്കില്ല. പക്ഷേ ഇന്നത്തെ തലമുറയിൽ യമാൽ പോലും കമ്പയർ ചെയ്യപ്പെടുന്നത് ഒരു 40-കാരനോടാണ് എന്നോർക്കണം. യമാൽ പിറക്കുന്നതിന് മുന്നേ ഈ ലോകത്തെ മുഴുവൻ വെല്ലുവിളിച്ച് വിജയിച്ചവൻ തന്നെയാണ് ഇന്നും അവരുടെ എതിരാളി. എന്നും അയാൾ തന്നെയാണ് ശത്രുപക്ഷത്തും. ഒരുപക്ഷേ UEFA നാഷണൽസ് ലീഗിൻ്റെ ഫൈനൽ മത്സരത്തിൽ പോർച്ചുഗലിനെയും ക്രിസ്ത്യാനിയെയും പരാജയപ്പെടുത്തുവാൻ യമാലും സംഘവും ശ്രമിക്കുമായിരിക്കും. അതൊരു പക്ഷേ സാധിക്കുമായിരിക്കും. എന്നാലും മറുപുറത്ത് അയാൾ ഈ കാലഘട്ടത്തിനോട് പോലും തളരാതെ പൊരുതുമെന്ന് ഉറപ്പ് തന്നെയാണ്. യമാൽ പറയുന്നത് കോൺഫിഡൻസ് ആണെങ്കിൽ അതിൻ്റെ നെറുകയിൽ നിൽക്കുന്ന മനുഷ്യനാണ് അയാൾ. പരാജയങ്ങൾക്കോ പരിഹാസനങ്ങൾക്കോ വിമർശനങ്ങൾക്കോ ഇതുവരെയും അയാളുടെ ആത്മവിശ്വാസത്തെ തൊട്ട് തീണ്ടാനായിട്ടേയില്ല. 40-ൽ നിൽക്കുമ്പോഴും നരാധകളെ അതിജീവിച്ചുകൊണ്ട് ഈ യുവത്വങ്ങളോട് പോലും താരതമ്യപ്പെടുത്തുവാൻ വണ്ണം അയാൾ വളർന്നു കഴിഞ്ഞിരിക്കുന്നു. പുതിയ യുദ്ധമുറകൾ ഉപയോഗിച്ച് പോർക്കളങ്ങൾ അയാൾക്ക് സൃഷ്ടിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. എങ്കിലും 40-ാം വയസ്സിലും അതേ മണ്ണിൽ ടോപ്പ് സ്കോർ ലിസ്റ്റിൽ അയാൾ തന്നെയാണല്ലോ മുന്നിൽ നിൽക്കുന്നത്. 2019-ൽ UEFA നാഷണൽസ് ലീഗ് വെറുമൊരു ഫ്രണ്ട്ലി മാച്ചായി വ്യാഖ്യാനിക്കപ്പെടുന്ന സമയം പോലും ഉണ്ടായിരുന്നു, റൊണാൾഡോ ആ കപ്പ് തൂക്കിയതിനു ശേഷവും. എന്നാൽ ഇന്ന് അതിൻ്റെ നിലവാരം മാറി മറിയുന്നത് കാണാം. ബലോൺ ഡിയോറിന് പോലും വിലയിടുന്നത് നാഷണൽസ് ലീഗാണെന്ന് വാദിക്കുന്നത് കാണാം. സ്പെയിനും പോർച്ചുഗലും തമ്മിലുള്ള ഒരു കേവല മത്സരമായി ഇത് മാറുമായിരുന്നു അയാൾ മറുപുറത്തില്ലായിരുന്നുവെങ്കിൽ. എന്നാൽ ഈ കലികാലത്തിലും അയാളോട് തന്നെയാണ് പോര് എന്ന് ലോകം വിശേഷിപ്പിക്കുന്നുണ്ട്. അയാൾ പരാജയപ്പെടുന്നത് കാണുവാൻ തന്നെയാണ് പലരും കാത്തിരിക്കുന്നത്. ഇനി തോറ്റാൽ പോലും അയാളുടെ പ്രതാപത്തിന് ഒരു കോട്ടവും വരാൻ പോകുന്നുമില്ല. ഈ തലമുറ പോലും അയാളോടുള്ള പോരിന് അംഗം കുറിക്കുന്നതിനേക്കാൾ വലിയ ഹൈപ്പൊന്നും അയാൾക്കിന്ന് ലഭിക്കുവാനില്ല. ഇനി വെറും കേവലം മണിക്കൂറുകൾ മാത്രമാണ് സമകാലിക ഫുട്ബോളിലെ ഏറ്റവും ഓൾഡസ്റ്റ് പ്ലെയറും യങ്ങസ്റ്റ് പ്ലെയറും തമ്മിലുള്ള മത്സരത്തിന് അവശേഷിക്കുന്നത്. ഇന്നത്തെ സാഹചര്യത്തിൽ പറഞ്ഞാൽ ദൈവവും ചെകുത്താനും തമ്മിലുള്ള യുദ്ധത്തിന് വെറും 1% മാത്രം വിജയപക്ഷം ചെകുത്താന് കൽപ്പിക്കുന്ന ആ പോരാട്ടം. അതുകൊണ്ട് തന്നെ ദൈവങ്ങളെല്ലാം ഒരു പക്ഷത്ത് നിൽക്കുമ്പോൾ ആ 1% പേർ ചെകുത്താനെ അല്ലാതെ മറ്റാരെയാണ് ആശ്രയിക്കുക? അത് ചെകുത്താൻ അവതരിക്കട്ടെ. ഒടുവിലൊരു പക്ഷേ ആ മൈതാനത്തെ ചെകുത്താൻ്റെ മരണം സാധ്യമാകുന്നില്ലെങ്കിൽ നിങ്ങൾ ദൈവപുത്രന്മാർ ഒന്നുറപ്പിച്ചുകൊള്ളുക, നിങ്ങളുടെ ദൈവം അത് അയാളായിരുന്നുവെന്ന്, ആ ചെകുത്താനാണെന്ന്.